യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവവചനം പഠിക്കുവാൻ ഒരിക്കൽ കൂടെ ഒരവസരം തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്നതായ അത്ഭുതങ്ങളുടെ ഒരു തുടർച്ചയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 3 അത്ഭുതങ്ങൾ വീതമുള്ള 2 സെറ്റ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 2 സെറ്റ് 3 അത്ഭുതങ്ങൾ വീതമുള്ള 2 സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ പ്രതികരണവും ആദ്യത്തെ പ്രതികരണവും കണ്ടു. ഇന്ന് നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എട്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെ ആയിരുന്നു ആദ്യത്തെ 3 അത്ഭുതങ്ങൾ. 8-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ പ്രതികരണം നമ്മൾ കണ്ടു അല്ലേ? ചില 2 പേര് യേശുവിനെ അനുഗമിക്കാനായിട്ട് വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു അവരോട് അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ ആള് പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ അല്പം റെഡിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ലേ, തല ചായ്ക്കാൻ ഒരു ഇടമില്ല എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. 2-ാമത്തെ വ്യക്തിയോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞത് എൻ്റെ അപ്പനെ അടക്കിയിട്ട് ഞാൻ വരാം എന്നുള്ളത് നമ്മൾ കണ്ടു. യേശു അവിടെ അതും പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിയും. പിന്നീട് നമ്മൾ കണ്ടത് യേശു ചെയ്തതായിരിക്കുന്ന 3 അത്ഭുതങ്ങളാണ്. ആദ്യത്തെ അത്ഭുതം കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്തു? ശാന്തമാക്കി. 2-ാമത്തെ അത്ഭുതം ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. 3-ാമത്തെ അത്ഭുതം പക്ഷവാത രോഗിയെ സൗഖ്യമാക്കി. അവിടെ യേശു തന്റെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. കാറ്റിന്റെയും കടലിന്റെയും മേൽ അധികാരമുണ്ടെന്ന് കാണിച്ചു, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെന്ന് കാണിച്ചു, പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്നുള്ളത് യേശു പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് തുടർന്നുള്ളതായിരിക്കുന്ന പ്രതികരണമാണ്. 9-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഈ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മൾ ആദ്യം പഠിക്കും. പിന്നീട് നമ്മൾ യേശു ചെയ്ത 3 അത്ഭുതങ്ങളും നമുക്ക് പഠിക്കാനായിട്ടിടയായിത്തീരും. അവിടെ നമ്മൾ കാണുന്നത് യേശു തന്നെ ചോദ്യം ചെയ്യുന്നവരോടുള്ള അവരുടെ മേലുള്ള യേശുവിൻ്റെ അധികാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ യേശുവിനെ ചോദ്യം ചെയ്യുന്ന 2 സംഭവങ്ങളാണ് 9-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. 2 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇങ്ങനെ കൂട്ടുകൂടുന്നതിനെ കുറിച്ചുള്ളതായ ഒരു ചോദ്യമാണ്. അവരോടുള്ള യേശുവിൻ്റെ ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വേദഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാമത്തെ ചോദ്യം യേശുവിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത് എന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്. യോഹന്നാന്റെ എല്ലാ ശിഷ്യന്മാരും യേശുവിനെ വിശ്വസിച്ചോ? അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ചോ? ഇല്ല. ചിലര് യേശു പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ യോഹന്നാന്റെ ശിഷ്യന്മാരായി തുടർന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏതാണ് ആദ്യത്തെ ചോദ്യം? യേശു എന്തുകൊണ്ടാണ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ, ആരുടെ വീട്ടിലായിരിക്കും? മത്തായിയുടെ വീട്ടിലായിരിക്കും. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാരത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ
ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്താ എന്ന് പോയി പഠിപ്പിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ യേശു പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ആർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്? ഹു ഈസ് ഇൻ നീഡ് ഓഫ് എ ഡോക്ടർ? ആർക്കാണ് ഒരു വൈദ്യനെ ആവശ്യമുള്ളത്? നമുക്കറിയാം, ഈ വേദഭാഗത്ത് യേശു ആദ്യം ചെയ്യുന്നത് ചുങ്കക്കാരനായ മത്തായിയെ തൻ്റെ ശിഷ്യനായിട്ട് വിളിക്കുകയാണ്. ചുങ്കക്കാരൻ ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. റോമ ഗവൺമെന്റിന് വേണ്ടി യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതൊരു വളരെ നിന്ദ്യമായിരുന്ന ഒരു ജോലിയാണ് ആ കാലത്ത്. അതിന്റെ കാരണം ഇവരെല്ലാം ധനവാന്മാരാണ്, ചുങ്കക്കാരെല്ലാം ധനവാന്മാരാണ്. ചുങ്കം പിരിക്കാനുള്ള കോൺട്രാക്ട് അവർ പിടിക്കും. എന്ന് പറഞ്ഞാൽ, ഈ വർഷം ഞാൻ റോമ ഗവൺമെന്റിന് 1,00,000 രൂപ ചുങ്കം പിരിച്ചു തന്നേക്കാം എന്നവർ കോൺട്രാക്ട് പിടിക്കും. എന്നിട്ട് ഇവരുടെ എത്രയാണ് ഇവർ ഓരോ വ്യക്തികളോടും ചുങ്കം പിരിക്കേണ്ടതെന്നുള്ളതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഈ ചുങ്കം പിരിവുകാര് മുട്ടിച്ചു പിരിക്കും. അതാണ് ബൈബിൾ പറയുന്ന ഒരു കാര്യം. അവരെ ഓരോരുത്തരോടും പിഴിഞ്ഞ് പിടിക്കുക. ഇല്ലെങ്കിൽ, കാരണം ഇവരുടെ കൂടെ പട്ടാളത്തിന്റെ സെക്യൂരിറ്റി ഉണ്ട്. ഓരോ ചുങ്കക്കാരുടെയും കൂടെ പട്ടാളക്കാരുണ്ട്. ഈ ചുങ്കക്കാരൻ റോമ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നത് കൊണ്ട് അവന്റെ സംരക്ഷണത്തിന് വേണ്ടി റോമൻ പട്ടാളക്കാരുണ്ട്. അതുകൊണ്ട് ഇവര് പറയുന്ന കാശ് ഈ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങള് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ ചുങ്കക്കാരെ പാപികളുടെ കൂട്ടത്തിലാണ് അവർ ഉൾപ്പെടുത്തുന്നത്. സാമ്പത്തിക ശേഷിയുണ്ട്. അതുകൊണ്ടാണല്ലോ സക്കായി പറഞ്ഞത്, എനിക്കുള്ളത് വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം തയ്യാർ. അത് എത്രയാ? എനിക്കുള്ളതിൽ പാതി. അപ്പൊ എന്നാൽ പോലും എത്രയായി? ഇരട്ടിയായി കൊടുക്കാമെന്ന് പറഞ്ഞു. 4 ഇരട്ടിയായി. എന്നാലും അത് എത്രയേ ഉള്ളൂ? അവന്റെ സ്വത്തിന്റെ പകുതിയായിട്ടുള്ളൂ. അപ്പൊ എത്ര സമ്പന്നന്മാരായിരുന്നു ചുങ്കക്കാർ എന്നുള്ളത് മനസ്സിലാക്കാം. മാത്രമല്ല, ഈ ചുങ്കക്കാരുടെ ഒരു പ്രത്യേകത, അവർക്ക് എഴുത്തും വായന അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ മത്തായി സുവിശേഷം എഴുതിയത്. ഈ മത്തായിയാണ് ഈ സുവിശേഷം എഴുതിയത്. അപ്പോ അങ്ങനെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ ചുങ്കക്കാരനായ മത്തായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ ചുങ്കക്കാരനായ മത്തായിയെ യേശു തന്റെ ശിഷ്യനാകാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അവന്റെ വീട്ടിൽ എന്ത് ചെയ്തു? യേശു ആഹാരത്തിനിരിക്കുകയാണ്. നമുക്കറിയാം, സക്കായിയെ യേശു വിളിക്കുന്നുണ്ട്. സക്കായിയെ ഇവിടെ ഇറങ്ങി വാ. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. അപ്പോൾ യേശു താൻ വിളിച്ച ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് 3:20. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോ ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് എവിടെയാണോ അത്താഴം കഴിക്കുന്നത് അവിടെയാണ് അന്ന് രാത്രി പാർക്കുന്നത്. ആ പാരമ്പര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മത്തായിയെ തന്റെ ശിഷ്യനാകാനായിട്ട് വിളിച്ചു. ആ മത്തായിയോട് കൂടെ യേശു അവന്റെ വീട്ടിൽ പാർക്കുകയാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ ആശയമുണ്ട്. എന്താണെന്നറിയാമോ? നാം യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ വസിക്കുകയാണ്. സക്കായി ആ സാന്നിധ്യം അനുഭവിച്ചു, അല്ലേ? ഇവിടെ മത്തായി ആ സാന്നിധ്യം അനുഭവിച്ചു. അത് പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമുക്കും യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ യേശു മത്തായിയുടെ വീട്ടിൽ ആഹാരത്തിനിരിക്കുമ്പോൾ കൂടെയുള്ളത് ആരാ? അവിടെ എഴുതിയിരിക്കുകയാണ്, ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അപ്പൊ യേശു അറിയപ്പെടുന്ന ഒരു ഗുരുവായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഈ ഗുരുവിനോട് കൂടെ ആരാണ് ഭക്ഷണത്തിലിരിക്കുന്നത്? പാപികളും ചുങ്കക്കാരും. ആ കാലഘട്ടത്തിലെ യഹൂദ റബിമാർ ഒരിക്കൽ പോലും ഒരു ചുങ്കക്കാരന്റെയോ പാപിയുടെയോ കൂടെ ആഹാരം കഴിക്കില്ല. അവരുടെ കൂടെ ആഹാരം കഴിക്കാനിരിക്കില്ല.
ഇണയില്ലാപ്പട കൂടരുത് എന്നുള്ളത് അവരുടെ പ്രമാണമാണ്. അവരുമായി യാതൊരു സമ്പർക്കവുമില്ല. പക്ഷേ യേശു എന്ത് ചെയ്യുകയാണ്? അവരുടെ കൂടെ ആഹാരം കഴിക്കാനിരിക്കുക. ആഹാരം കഴിക്കാനിരിക്കുമ്പോ ഇത് പരീശന്മാർക്ക് മനസ്സിലാവുന്നില്ല, യഹൂദന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇതെന്താ? നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്ന എന്താണെന്ന് അവർ ചോദിക്കുകയാണ്. അതിന് യേശു പറഞ്ഞ മറുപടിയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ആർക്കാണ് ഒരു വൈദ്യനെ ആവശ്യമുള്ളത്? Who is in need of a doctor? Those who are sick. അല്ലെങ്കിൽ those who recognize they are sick. തങ്ങൾക്ക് സുഖമില്ല എന്ന് തിരിച്ചറിയുന്നവർക്കാണ് ആരെ ആവശ്യമുള്ളത്? വൈദ്യനെ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, റെക്കഗ്നൈസ് യുവർ സ്പിരിച്വൽ ഇൽനെസ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് യേശുവിനെ ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണ്? എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ പരാജയത്തെ എപ്പോഴാണോ ഞാൻ തിരിച്ചറിയുന്നത്, അപ്പോൾ മാത്രമാണ് എനിക്ക് ഒരു വൈദ്യനെ ആവശ്യമുള്ളത്. എപ്പോഴാണ് നമുക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയുന്നത്? ഞാനൊരു പാപിയാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് രക്ഷിതാവായ യേശുവിനെ ആവശ്യമുള്ളത്. എപ്പോഴാണോ ഞാൻ ആത്മീയമായി പിന്മാറ്റത്തിലാണെന്ന് തിരിച്ചറിയുന്നത്, അപ്പോഴാണ് എൻ്റെ കൈ പിടിച്ച് എനിക്ക് രണ്ടാമതൊരു അവസരം തരുന്ന പത്രോസിനെ നോക്കിയ യേശുവിനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുന്ന യേശുവിനെ പത്രോസിന് ആവശ്യമുള്ളത്. കാരണം പത്രോസിന് അറിയാം താൻ പിന്മാറ്റത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെല്ലാം തികഞ്ഞവരാണ്, എനിക്കൊന്നിനും ഒരു കുറവില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? യേശുവിന്റെ ആവശ്യമേ ഇല്ല. ഇതാണ് സ്വയനീതി എന്ന് പറയുന്നത്. സ്വയനീതിമാൻ ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല? കർത്താവിന്റെ ആവശ്യമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് പാട്ട് പാടാൻ അറിയാം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, അതുകൊണ്ട് ഇനി എനിക്ക് ആരെ ആവശ്യമില്ല. പലരുടെ വിചാരം ഇതാ. പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നമ്മൾ തിരിച്ചറിയണം നമുക്ക് യേശുവിനെ ആവശ്യമുണ്ട്. റെക്കഗ്നൈസ് യുവർ സ്പിരിച്വൽ ഇൽനെസ്. ഈ പരീശന്മാർ ഒരിക്കലും ഇത് തിരിച്ചറിഞ്ഞില്ല. പരീശന്മാർ ഒരിക്കലും ഇത് മനസ്സിലാക്കിയില്ല. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞ 3 ഉപമകളുണ്ട്. കാണാതെ പോയതിനെ കണ്ടുപിടിക്കുന്ന ഉപമ, അല്ലേ? ആ ഉപമയ്ക്ക് മുമ്പ് എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഒന്നെടുത്ത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അവര് ഈ ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുകയാണ്. അവര് പിറുപിറുക്കുകയാണ്. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ആരോടാ ഈ ഉപമ പറഞ്ഞേ? ഈ യേശുവിന്റെ നേരെ പിറുപിറുക്കുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും യഹൂദന്മാരോടുമായിട്ടാണ് യേശു ഉപമ പറഞ്ഞത്. ഏതാ? ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിൽ 99 ആടും കൂടെയുണ്ട്. പക്ഷെ ഒരാട് തെറ്റിപ്പോയാൽ അതിനെ തേടി പോകുന്ന ഇടയന്റെ ഉപമ. 10 ദ്രഹ്മയുണ്ട്, 9 ദ്രഹ്മയും കയ്യിലിരിക്കുകയാണ്, ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി, അതിനെ തേടുന്ന സ്ത്രീയുടെ ഉപമ. ഒരപ്പന് 2 മക്കളുണ്ട്, ഒരു പുത്രൻ നഷ്ടപ്പെട്ടു പോയി, അവന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരപ്പന്റെ ഉപമ. എന്താ അതിന്റെ അർത്ഥം? രോഗിക്ക് വൈദ്യനായ കർത്താവ്. ആരാണോ സ്വയനീതിമാൻ അവൻ ഈ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യേശു ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ പരീശന്മാരൊക്കെ നീതിമാന്മാരാണെന്നോ നീതിമാന്മാരായതുകൊണ്ട് അവർക്ക് യേശുവിനെ ആവശ്യമില്ല എന്നുമല്ല. നേരെ മറിച്ച് എന്നാണെന്നറിയാമോ? അവര് സ്വയനീതിമാന്മാരാണ് എന്നുള്ളതാണ് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്.
അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? വൈദ്യന്റെ ആവശ്യകത തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. ഈ ആത്മീയ ജീവിതത്തിലൊക്കെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു സെൽഫ് പ്രൈഡ് ഉണ്ടാകും. ഞാൻ എന്തോ വലിയ ആത്മീയനാണ്. ഈ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എല്ലാം വിമർശനാത്മകമായിട്ട് നമ്മൾ നോക്കിക്കാണും. അവിടെ നമ്മൾ ചിലപ്പോൾ കർത്താവിന് നമുക്ക് ആവശ്യമില്ലാത്തതുപോലാണ്. അതുകൊണ്ടാണ് ഈ വിധിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ പഠിച്ചതാണ് അല്ലേ? 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ വിധിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. അപ്പോ ഇവിടെ ഒന്നാമത് ഈ വേദഭാഗം പഠിപ്പിക്കുന്ന ഒരു കാര്യം, റെക്കഗ്നൈസ് യുവർ സ്പിരിച്വൽ ഇൽനെസ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ. ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരിഷ്ടനും ദരിദ്രനുമായിട്ട് കഴിയുന്ന ഒരു സഭ. ഞാൻ ധനവാനാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല, ഞാൻ ആത്മീയമായി വളർന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് കർത്താവ് അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താ? അവര് അരിഷ്ടരാണ്, നഗ്നരാണ്, ഒന്നുമില്ലാത്തവരായിരിക്കുകയാണ്. പക്ഷെ അത് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ഇവിടെ യേശു ഈ പരീശന്മാരോടും അതേ കാര്യമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ ജാഗ്രതയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമായിട്ടുണ്ട്. രണ്ടാമത്, ഈ പരീശന്മാരെയും ഈ ചുങ്കക്കാരെയും പാപികളെയും ഒക്കെ വേർതിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. പരീശന്മാര് ശാസ്ത്രിമാരും യേശുവിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? യേശുവിനെ പരീക്ഷിക്കാൻ. സദൂക്യരും പരീശന്മാരും ഒക്കെ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് യേശുവിനെ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചുങ്കക്കാരും പാപികളും എന്തിനാ വന്നത്? യേശുവിനെ പരീക്ഷിക്കാനല്ല. പിന്നെയോ എന്തിനാ വന്നേ? അവനെ വിശ്വസിക്കാൻ, അവനെ പിൻപറ്റാൻ, അവനോട് കൂടെ ഇരിക്കാൻ. ഇന്ന് നമ്മൾ എന്തിനാ യേശുവിന്റെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്ത് വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് അനേകം ആളുകൾ യേശുവിന്റെ അടുക്കൽ വരുന്നത് ഈ കർത്താവിനോടുള്ള കൂട്ടായ്മ ആസ്വദിക്കാനല്ല. പലരും യേശുവിന്റെ അടുക്കൽ വരുന്നത് അവനോടുകൂടെ പന്തിക്കിരിക്കാനല്ല, അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നത് മേടിച്ചോണ്ട് പോകാൻ. ഇല്ല, യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇവരൊക്കെ യേശുവിന്റെ പുറകെ കൂടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അപ്പൊ യേശു ചോദിക്കുന്നുണ്ട്, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ എന്നെ വിശ്വസിച്ചിട്ടല്ല എന്റെ പുറകെ വരുന്നത്, പിന്നെന്തുകൊണ്ടാ? അപ്പം തിന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് പ്രസംഗം അങ്ങ് കഠിനമായി കഴിഞ്ഞപ്പോ അവര് പറയാണ്, ഓ ഇത് കഠിനവാക്ക്, ഇതൊക്കെ അനുസരിക്കാൻ ആരെ കൊണ്ട് പറ്റും? അവര് പിന്മാറിപ്പോയി. അപ്പൊ പത്രോസിനോട് യേശു ചോദിക്കുന്നു, ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പൊ പത്രോസ് ഒരു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞേ? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ഇതാണ് വ്യത്യാസം. എന്തിനാണ് യേശുവിന്റെ അടുക്ക വരുന്നത്? അപ്പം തിന്നാനാണോ? യേശുവിനിൽ നിന്ന് നിത്യജീവനെ പ്രാപിക്കാനോ? ഇത് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് അനേകം ആളുകൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരവില്ല. അനേകം ആളുകൾക്ക് ഈ ചോദ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. റെസ്പോണ്ട് ടു ദ ഡോക്ടർ. എന്തിനാണ് വൈദ്യന്റെ അടുക്കൽ പോകുന്നത്? എന്തിനാ പോകുന്നത്? രോഗി പോകുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അല്ലേ? രോഗിക്ക് പോകാൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പരിശോധിക്കാനായിട്ട് ഇടയായി തീരട്ടെ. 3, അവിടെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്. ഇതെന്താ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ. യേശു പലപ്പോഴും പഠിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ നിന്ന് പഠിക്കാനാ പറഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞല്ല, നിങ്ങൾ പോയി പഠിക്കാനാ പറഞ്ഞു, അല്ലേ? നിങ്ങള് പോയി പഠിക്കാൻ. അതെന്താ ഈ പോയി പഠിക്കാൻ പറഞ്ഞു? കാരണം ഇവര് പഴയ നിയമത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പഴയ നിയമത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്.
കാരണം പഴയ നിയമത്തിലാണ് ഈ യാഗത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ. ഇവര് പഴയ നിയമം ഞങ്ങൾ വലിയ പഴയ നിയമത്തിന്റെ വക്താക്കളാണെന്ന് ചിന്തിക്കുന്ന ഇവര് അത് മനസ്സിലാക്കിയിട്ടില്ല. അവരിപ്പോഴും വിചാരിക്കുന്നത് ഈ റബിമാരെന്ത് ചെയ്യുന്നില്ല, ചുങ്കക്കാരോടും പാപികളോടും ഒന്നും ഒരു കരുണയും കാണിക്കുന്നില്ല, അവരുമായിട്ടൊരു ബന്ധമില്ല, അവരുടെ ഒരു ആവശ്യത്തിൽ കൂടെ ചെല്ലുന്നില്ല, അവരെ സഹായിക്കുന്നില്ല, അവരോടൊരു സഹകരണമില്ല. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, റെസ്പെക്ട് ദ നീഡി ദാൻ റിച്വൽസ്. ആചാരങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ മാനിക്കേണ്ടത് എന്താണ്? ആവശ്യങ്ങളിൽ ഇരിക്കുന്നവന്റെ ആവശ്യമാണ്. നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച ആചരിക്കുകയാണ്. വിശുദ്ധ ദിവസം അല്ലെങ്കിൽ സഭ ആരാധന മുടക്കാനൊന്നും അല്ല ഞാനീ പറയുന്നത്. നമ്മൾ ആ ദിവസത്തെ കർത്താവിനെ ആരാധിക്കണം, തീർച്ചയായിട്ടും ആരാധിക്കണം. പക്ഷേ കരുണയില്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്. ഈ നല്ല ശമരിയക്കാരന്റെ ഉപമയൊന്ന് ഓർത്താൽ മതി. ആദ്യം പോയത് ഒരു പുരോഹിതൻ അല്ലേ, അത് കഴിഞ്ഞ് പോയത് ഒരു ലേവ്യൻ, അത് കഴിഞ്ഞാണ് ഒരു ശമരിയക്കാരൻ പോയത്. ഒരാള് മുറിവേറ്റ് വഴി കിടക്കുമ്പോ ഈ പോയവരൊക്കെ യാഗം കഴിക്കാൻ വേണ്ടിയുള്ള പോക്ക. യാഗം കഴിക്കാൻ വേണ്ടി പോകുമ്പോ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഇതാണ് ഓർക്കണത്. എന്താ? യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ഇത് യേശു പുതിയതായിട്ട് പഠിപ്പിച്ചതാണോ? ആണോ? 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പറഞ്ഞേ? നീ ബലികളിൽ പ്രസാദിക്കുന്നില്ല എന്നല്ലേ ദാവീദ് പറഞ്ഞത്. ദാവീദ് വരെ ഇത് മനസ്സിലാക്കി. കേവലം ആചാരങ്ങളിലല്ല, കേവലം ബലി കഴിക്കുന്നതിലല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ആചാരപരമായിട്ട് പള്ളി പോകാൻ വേണ്ടി പള്ളി പോകുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കാൻ വേണ്ടി ബൈബിൾ വായിക്കുന്നു, അല്ല. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനോട് കരുണ കാണിക്കാതെ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും വിശന്നിരിക്കുന്ന ഒരുവൻ ആഹാരം കൊടുക്കാതെ, തണുത്ത് വിറച്ചിരിക്കുന്ന ഒരുവൻ ഒരു പുതപ്പ് കൊടുക്കാതെ, ഒരു തീ കായാൻ കൊടുക്കാതെ നീ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുക. ഇവര് ഇതൊരിക്കലും ചിന്തിക്കുന്നില്ല. ഇവരെന്നും ദശാംശം കൊടുക്കും, യാഗങ്ങൾ കഴിക്കും, ആചാരങ്ങളെ പിൻപറ്റും. പക്ഷെ കരുണ കാണിക്കുന്നതിൽ ഇവര് പരാജയപ്പെട്ടു. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ യേശു തെളിയിച്ചു കൊടുക്കുകയാണ്, ഇന്ന് എൻ്റെ ശിഷ്യനായി എന്നെ അനുഗമിക്കാൻ ഞാൻ വിളിച്ചത് ആരെയാണ്? ഒരു പുരോഹിതനായ ഒരു ചുങ്കക്കാരനായ മത്തായിയാണ്. അല്ലെങ്കിൽ മത്തായിയുടെ വേറൊരു പേരാണ് ലേവി. മത്തായിയുടെ വേറൊരു പേരാണ് ലേവി. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായൊരു പഠിപ്പിക്കലായി യേശു ആ ഭാഗത്ത് ചെയ്തത് അല്ലേ? ചുങ്കക്കാരനായ ഒരു മനുഷ്യനെ തന്റെ ശിഷ്യനാക്കി, അവന്റെ വീട്ടിൽ ആഹാരത്തിനിരുന്ന് അവരോട് അവന്റെ സ്നേഹിതന്മാരായ ചുങ്കക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന ഒരു യേശു. വാസ്തവത്തിൽ ഈ പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമുക്കും അതൊരു വെല്ലുവിളിയല്ലേ? യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കും. ആർക്കാണ് വൈദ്യനെ ആവശ്യമുള്ളത്? ഒന്ന്, നമ്മൾ തിരിച്ചറിയണം നമ്മുടെ അവസ്ഥ എന്ന്. 2, വൈദ്യനോട് പ്രതികരിക്കണം. 3, ആവശ്യങ്ങളിലിരിക്കുന്നവരോടുള്ള കരുതൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ വൈദ്യനായിട്ടാണ് പലപ്പോഴും നമുക്ക് ചിത്രീകരിക്കപ്പെടുന്നത് അല്ലേ? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നാണ്. ദൈവം തന്നെ പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അത് എന്തിനോടുള്ള ബന്ധത്തിലാണ് ദൈവം പറഞ്ഞത്? അത് കേവലം രോഗത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും, അത് ശാരീരികമായാലും മാനസികമായാലും ആത്മീകമായാലും കർത്താവ് നമ്മുടെ വൈദ്യനാണ്. ആവർത്തനം 32-ന്റെ 39 നമ്മൾ വായിക്കുന്നത്, ഞാൻ സൗഖ്യമാക്കുന്നു എന്നാണ്. ഞാൻ
സൗഖ്യമാക്കുന്നു. ഇതേ ആശയമാണ് 2 രാജാക്കന്മാർ 20:5 സങ്കീർത്തനങ്ങൾ 103:3 ഇല്ലേ? നമ്മൾ 103 സങ്കീർത്തനത്തിൽ അത് മനഃപ്പാഠമായിട്ട് പറയാറുള്ളൊരു കാര്യമാണ്. എന്റെ സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കും. അപ്പോൾ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഓക്കെ, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. വൈദ്യനെ ആവശ്യമുണ്ടോ? വൈദ്യനെ ആവശ്യമുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമുണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിലെ അലസതയ്ക്ക് ഒരു വൈദ്യനെ ആവശ്യമുണ്ടോ? ആത്മീയ ജീവിതത്തിലെ ഉണർവ് നഷ്ടപ്പെട്ടതിന് ഒരു വൈദ്യനെ ആവശ്യമുണ്ടോ? നമ്മുടെ രക്ഷയിൽ സന്തോഷിക്കുന്നതിൽ, ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്നതിൽ ഒരു സൗഖ്യം ആവശ്യമുണ്ടോ? അപ്പോൾ ആർക്കാണ് വൈദ്യനെ ആവശ്യമുള്ളത്? പരീക്ഷന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, ഞങ്ങളൊക്കെ ഇപ്പോൾ വെരി വെൽത്തി ആൻഡ് ഹെൽത്തി, ഞങ്ങൾക്കൊരു വൈദ്യന്റെ ആവശ്യമില്ല. നമ്മളും അങ്ങനെ പറയുന്നവരായി മാറി. പക്ഷെ ഈ ചുങ്കക്കാരും പാപികളും അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു വൈദ്യനെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 9-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യമാണ്. ഈ രണ്ടാമത്തെ ചോദ്യം ഉപവാസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായി തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊടിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. ഇവിടെ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്നാ? ഉപവാസമാണ് അല്ലേ? ഉപവസിക്കുന്നതിനെ കുറിച്ച് അവർ ചോദിച്ചപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരാണ് ചോദിച്ചത്. ആ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങളും പരീശന്മാരും എന്ത് ചെയ്യുന്നു? ഉപവസിക്കും. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാര് പഴയ നിയമ വിശ്വാസം പിൻപറ്റിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അല്ലെങ്കിൽ പരീശന്മാരുടെ ആചാരങ്ങളൊക്കെ യഹൂദന്മാരുടെ അല്ലെങ്കിൽ യഹൂദ മതത്തിന്റെ ആചാരങ്ങളെ പിൻപറ്റുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. എന്താണ് യേശുവിന്റെ ശിഷ്യന്മാര് അത് പിൻപറ്റാത്തത് എന്നുള്ളതാണ്. ഇവിടെ യേശു അതിന് മറുപടി പറയാനായിട്ട് 3 ഉദാഹരണങ്ങളാണ് ഉപയോഗിച്ചത്. ഏതൊക്കെയാണ് 3 ഉദാഹരണങ്ങൾ? ഒന്ന്, ഒരു മണവാളന്റെയും തോഴ്മക്കാരുടെയും ഉപമ അല്ലെ? യേശു പറയുകയാണ് 15-ാമത്തെ വാക്യത്തിൽ, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയില്ല. ഈ ഉപവാസത്തെ പഴയ നിയമത്തിൽ എപ്പോഴും, പഴയ നിയമത്തിൽ എന്നല്ല, ബൈബിളിൽ ഉപവാസത്തെ എപ്പോഴും എന്തുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്? പശ്ചാത്താപവുമായി, അനുതാപവുമായി, ദുഃഖവുമായി ബന്ധപ്പെടുന്നുണ്ട് ഇല്ലേ? ദേശത്തൊരു അനർത്ഥം സംഭവിച്ചാൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ഹാമാൻ യഹൂദന്മാർക്കെതിരായ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവർ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഉപവാസവും ദുഃഖവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാനായിട്ട് ആവശ്യമില്ല? ഈ ശിഷ്യന്മാര് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഉപവസിച്ചതായിട്ട് ബൈബിളിലില്ല. ഇത് തന്നെ അതിനൊരു തെളിവാണ്. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് വരുമ്പോൾ അവർ ഉപവസിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 3-ാം വാക്യം, 14-ന്റെ 23, 27-ന്റെ 9, അവിടെയെല്ലാം ഈ ഉപവാസത്തെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഉപവസിക്കാത്തതെന്ന് ചോദിച്ചാൽ യേശു തന്നെ അതിന്റെ മറുപടി പറയുകയാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ. ഉപവാസം, കൂടെ വസിക്കുക. ഇപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്?
കൂടെ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത്? മറ്റൊരു ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ ആചാരപരമായ ഉപവാസത്തിലേക്ക് പോകാത്തത്. പരീശന്മാരുടെ ഉപവാസം ആഴ്ചയിൽ 2 ദിവസമാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അവർ ഉപവസിക്കും. അത് ബാബിലോൺ പ്രവാസത്തിന് ശേഷമുണ്ടായ ഒരു പ്രാക്ടീസാണ്. ആദ്യം ഒന്നും അത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ബാബിലോണിലേക്ക് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് അവരെ ഈ പ്രാക്ടീസ് തുടങ്ങിയത്. അതായത് ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്ന ശീലം തുടങ്ങിയത്. ഇനി അപ്പോൾ ആ ഉപമയിലൂടെ പറഞ്ഞത് കൂടെ വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് മറ്റൊരു ഉപമ പറഞ്ഞു. ഏതാണ്? കോടി തുണിക്കണ്ടം പഴയ വസ്ത്രത്തിൽ ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായി തീരും. നമുക്കറിയാമല്ലോ അല്ലേ? പഴയ ഉടുപ്പ് കീറി നമ്മൾ പുതിയ തുണി മേടിച്ചാണോ അത് ആ കീറൽ തുന്നുന്നത്? യേശു അതിന് കൊടുത്തൊരു വിശദീകരണം എന്താണെന്നറിയാമോ? അങ്ങനെ ചെയ്താൽ എന്തു പറ്റൂ എന്നുള്ളതാണ്. ചെയ്താൽ എന്തോ പറ്റൂ? കാരണം ഈ പഴയതിൽ ഈ പുതിയ ഭാഗത്താ ബലം കൂടുതൽ അല്ലേ? അപ്പൊ ഈ കൂട്ടി തുന്നി കഴിയുമ്പോ പഴയ തുണിയിൽ തുന്നിയ ഭാഗം കീറിപ്പോ. അതാണ് യേശു അവിടെ പറയുന്ന ആ ഒരു കാര്യം. മൂന്നാമത് മറ്റൊരു ഉദാഹരണമുണ്ട്. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. എന്താണ് കുഴപ്പം? പുതിയ വീഞ്ഞ് ഇങ്ങനെ വികസിക്കും ഇല്ലേ? നമുക്കറിയാം, പുളിച്ച് വീർക്കും. അപ്പൊ ഈ പുളിച്ച് വീർത്ത് കഴിയുമ്പോ ഈ പ്രഷർ കൂടും. അപ്പൊ ഈ പഴയ തുരുത്തി പൊട്ടിപ്പോകുക. നമുക്കറിയാമല്ലോ, ഈ ടയറിൽ ഒരു പരിധി കൂടുതൽ കാറ്റടിച്ചാൽ ട്യൂബ് പൊട്ടും. പഴയ സൈക്കിളിലൊക്കെ ഇപ്പോഴും ട്യൂബുള്ള ടയറാണ്. അപ്പൊ വികസിക്കാൻ സ്ഥലം ഇല്ലാണ്ട് വരുമ്പോൾ അത് പൊട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ബലൂൺ പരിധി കൂടുതൽ ഊതിയ വീർത്ത് പൊട്ടുന്നത് പോലെ ഈ തോലുകൊണ്ടുള്ള തുരുത്തിയിലാണ് വീഞ്ഞ് പകർന്നു വയ്ക്കുന്നത്. വൈൻ സ്കിൻസ് എന്ന് പറയും. അപ്പൊ ഈ വൈൻ സ്കിന്നിൽ തുരുത്തിയില് വീഞ്ഞ് പകർന്നു വെക്കുമ്പോൾ പുതിയ തുരുത്തിയിൽ വെച്ചാലത്തെ ഒരു പ്രത്യേകത, അതിന് വികസിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാകും. പക്ഷെ ഈ പഴയ തുരുത്തിയുടെ പ്രത്യേകത, അത് ഓൾറെഡി വികസിച്ച് മാക്സിമം എത്തി. ഇനി അത് വികസിക്കാൻ സ്ഥലമില്ല. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് പുതിയ വീഞ്ഞ് ഒഴിച്ചു വെച്ചാൽ ആ വീഞ്ഞ് വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? തുരുത്തി പൊട്ടിപ്പോകും. ഇതാണ് യേശു ഇവിടെ പറയുന്ന ആശയം. അങ്ങനാണെങ്കിൽ ഇതിന്റെ പ്രസക്തി എന്താ ഇവിടെ? ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, യേശു പറയാൻ ശ്രമിക്കുന്ന ഒരു ആശയം, ജീസസ് could not patch or pour his new ministry into all Judaism. പഴയ യഹൂദ മതത്തിലേക്ക് തന്റെ പുതിയ പഠിപ്പിക്കലുകളെ പകരാൻ യേശു ആഗ്രഹിക്കുന്നില്ല. യഹൂദ മതത്തിന്റെ നവീകരണമല്ല തന്റെ ഉദ്ദേശം. പിന്നെയോ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. താൻ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ, പുതിയതായി ദൈവസഭയെ സ്ഥാപിക്കുകയാണ്. അല്ലാതെ പഴയ യഹൂദ മതത്തെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ വന്നതല്ല. അതുകൊണ്ടാണ് ഈ പഴയ ആഴ്ചയിലെ ആചാരപരമായ 2 ദിവസത്തെ ഉപവാസമൊന്നും അല്ല യേശു ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യേശു ആഗ്രഹിക്കുന്നത് മശിഹായുടെ രാജ്യം സ്ഥാപിക്കാനാണ്. അതാണ് ഇവിടെ ഈ യോഹന്നാന്റെ ശിഷ്യന്മാർ ഏതാ പിൻപറ്റുന്നത്? പഴയ തുരുത്തിയാണ് അവരിപ്പോഴും ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് ഈ പുതിയ വീഞ്ഞ് പകർന്നാൽ അതിനെന്ത് ചെയ്യാൻ കഴിയില്ല? ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ. അല്ലാതെ ഈ ആചാരപരതയിലല്ല എന്ത് ചെയ്യുന്നത്? പുതിയ നിയമസഭ നിലനിൽക്കുന്നു. ആചാരപരതയിലല്ല, അല്ലെങ്കിൽ ആചാരങ്ങളിലല്ല ദൈവസഭ മുന്നോട്ട് പോകും. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? പഴയ യഹൂദ മതത്തെ ഒന്ന് പൊടി തട്ടി എടുക്കാനല്ല വന്നത്. ഇന്നും ചില ക്രിസ്തീയ സമൂഹങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പഴയ നിയമത്തെ പൊടി തട്ടി എടുക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അതല്ല കർത്താവ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് നമുക്ക്, അല്ലേ? നമ്മെ തന്നെ പരിശോധിക്കാം. നമ്മുടെ ജീവിതം നമ്മളെപ്പോഴും എന്തുകൊണ്ടായി പരിശുദ്ധാത്മ നിറവ് നമുക്ക് പലപ്പോഴും ഇല്ലാത്തതെന്നറിയാമോ? നമ്മൾ ഈ പഴയ തുരുത്തിയായിട്ടിരുന്നാൽ പുതിയ നിറവ്, കാരണം നമ്മൾ പൊളിഞ്ഞു പോകും. അതാ കുഴപ്പം. ഇത് അറിയാവുന്നതുകൊണ്ട് കർത്താവ് മനഃപൂർവ്വം നമ്മളിലേക്ക് പുതിയ വീഞ്ഞ് പകരാത്തതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞത് എന്താ? 12-1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, വിശ്വാസികളോടാ പറഞ്ഞത്, എന്ത് ചെയ്യാൻ? റിന്യൂവൽ ഓഫ് യുവർ മൈൻഡ്. ആ പുതിയ അനുഭവത്തിലാണ് പുതിയ വീഞ്ഞ് പകരുവാനായിട്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം, നമുക്ക് വിനയപ്പെടാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവവചനങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ദൈവവചനം ഇന്ന് നമ്മളോട് വളരെ ഹൃദ്യമായി ഇടപെട്ടു എന്നാണ് എൻ്റെ വിചാരം. നമുക്കൊരു വൈദ്യനെ ആവശ്യമുണ്ട്. നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുക സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ കരം കാണാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ചികിത്സിക്കണമേ, എന്നെ പുതിയതാക്കി മാറ്റണമേ, പുതിയ വീഞ്ഞ് എന്നിൽ പകരണമേ. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം, ദൈവവചനങ്ങളിൽ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ പുതിയ വീഞ്ഞിൻ്റെ അനുഭവം, പുതിയ തുരുത്തിയുടെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ പലപ്പോഴും പഴയ തുരുത്തിയായിട്ടിരിക്കുകയാണ്, പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയില്ലാത്തവരായി ശേഷിക്കുകയാണ്. കർത്താവെ, അവിടെ ഞങ്ങളെ പുതുക്കണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു പുതുക്കത്തിൻ്റെ ആത്മാവിനെ തരണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഒരു വൈദ്യനെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ പല ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഞങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമുണ്ട്. കർത്താവെ, അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. ധാരാളമായ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഇന്ന് ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ ആരംഭിച്ചല്ലോ, കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം. യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി കുഞ്ഞുങ്ങൾ ഒരുങ്ങുന്നു. കർത്താവ് കൃപ കൊടുക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. നന്നായി എക്സാം എഴുതാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.